സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11-15 മുതലുള്ള തിരുവചനങ്ങൾ. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാചി ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ യേശുപിതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. വിശുദ്ധ യേശുപിതാവിന്റെ മരണ തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾ യേശുപിതാവിനെ കുറിച്ച്, യേശുപിതാവിന് ആ പുണ്യമുണ്ട് ഈ പുണ്യമുണ്ടെന്ന് കേൾക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് 2 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. യേശുപിതാവിന്റെ ജീവിതം നമ്മളോട് 2 കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഈശോ ജനിച്ച ഒരു പശ്ചാത്തലം നോക്കുവാണെങ്കിൽ പാലസ്തീനായില് ഏറ്റവും മോശപ്പെട്ട സമയത്താണ് ഈശോ ഒന്ന് ജനിച്ചത്. അതായത് യഹൂദ മത നേതാക്കന്മാർ തമ്മിലുള്ള അടി, അതായത് പുനരുദ്ധാന വിശ്വാസമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സദുക്കായര്, മതത്തിന്റെ അടിസ്ഥാനം തന്നെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ്. അങ്ങനെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ഒരുപറ്റം പുരോഹിതര് സഭയെ നയിക്കുന്ന കാലം നിങ്ങൾ ആലോചിച്ച് നോക്കി. സഭ എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടാവുന്നത്. യഹൂദ മതം അത്രത്തോളം ജീർണതയോടെ കടന്നു പൊക്കോണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു വന്ന് അവരുടെ ഇടയിൽ പിറക്കുന്നത്. അതുകൊണ്ട് എല്ലാം നന്നായിരിക്കുന്നു എന്ന് കരുതുന്ന സമയത്തല്ല ഒരിക്കലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതായത് എനിക്ക് ഒത്തിരി സമ്പത്തുണ്ടായി, എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടായി, എന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി, എന്റെ മക്കള് PR കിട്ടി പുറത്തു പോയി, അതല്ല ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരാനുള്ള വലിയ മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഞാൻ ഇനിയിപ്പം കുറച്ചു കാലം വയസ്സും പ്രായമൊക്കെ, എനിക്ക് കുറച്ചു കാലം പ്രാർത്ഥനയൊക്കെ ആയിട്ട് ജീവിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന കാരണന്മാരൊക്കെ ഉണ്ടാവും. ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി നമ്മളൊക്കെ കാരണന്മാരോട് പറയാറുണ്ട്, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, വല്ല കൊന്തയൊക്കെ ചെയ്യില്ലേ, വീടിന്റെ മൂലയിൽ ഇരുന്നാൽ പോരെ എന്ന് കാരണന്മാരോട് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല ഒരിക്കലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. രണ്ടാമതായിട്ട് യേശുപിതാവ് നമ്മളോട് പങ്കുവയ്ക്കുന്ന പ്രകാരമാണ്, വചനം, ഈ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് സഹനങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ്. യേശുപിതാവിന്റെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് ഈശോ മിശിഹ കടന്നു വന്നത്? യേശുപിതാവ് സ്വസ്ഥമായിരിക്കുന്ന സമയത്ത്, കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം ശാന്തമാണ്, സ്വസ്ഥമാണ്, സഹനങ്ങളൊന്നുമില്ല, സന്തോഷമാണ്, ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ ആശിച്ചിരുന്ന സമയത്താണ് അറിയിപ്പ് കിട്ടുന്നത് കെട്ടാൻ പോകുന്ന പെണ്ണ് ഗർഭിണിയാണെന്നുള്ളത്. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. കെട്ടാൻ പോകുന്ന പെണ്ണ് ഗർഭിണിയാണെന്ന് അറിയാവുന്ന പുരുഷന്റെ മാനസികാവസ്ഥ. യഹൂദ നിയമപ്രകാരം മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട പാപത്തിന് തുല്യായിരുന്നു അവള്. അത്ര ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഭർത്താവിന്റെ മാനസിക സ്ഥിതി. ഈ ഒരു സഹനത്തിന്റെ സമയത്താണ്, ഈ ഒരു ചിന്തയുടെ സമയത്താണ് മാലാഖ വന്ന് പറയുന്നത്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ വേണ്ടി നീ ശങ്കിക്കേണ്ട എന്നുള്ളത്. അതായത് കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രിയമുള്ള സഹോദരരെ, നമ്മൾ ഏതെങ്കിലും സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, മറ്റാരും അറിയത്തില്ലാത്ത നൊമ്പരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, നമ്മൾ ചിന്തിക്കുക, കർത്താവ് നമ്മളെ തേടി വരുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ എന്നുള്ളത്. യേശുപിതാവ് ഈ സഹനത്തിന് ആമേൻ പറഞ്ഞത് കൊണ്ടാണ് ഈശോ മിശിഹായെ നമുക്ക് ഈ ഭൂമിയിൽ ജനിച്ചത്. മറിച്ചാരും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. യേശുപിതാവ് പറയുകയാണ്, മറിയം തെറ്റ് ചെയ്തു, മറിയത്തെ യഹൂദ വിധി പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് യേശുപിതാവ് പറയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഈശോ മിശിഹ ഈ ഭൂമിയിൽ ജനിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് യേശുപിതാവിന്റെ മൗനസമ്മതത്തിന്, യേശുപിതാവിന്റെ സഹനത്തിന്, കർത്താവിന് ഈ ഭൂമിയിൽ ജന്മം നൽകാൻ തക്കവിധമുള്ള പ്രാധാന്യമുണ്ടായിരുന്നു, മൂല്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടെങ്കിൽ ഈ സഹനത്തിലൂടെ കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടെ ക്രിസ്തു എന്നെ തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ ധൈര്യം നമുക്കുണ്ടായിരിക്കട്ടെ. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്,
ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്നത് വരെ കുഞ്ഞുമക്കളെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അതായത് ക്രിസ്തു നമ്മൾ രൂപപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഈറ്റുനോവ്, ഒരു സഹനം ആവശ്യമുണ്ട്. ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സഹനത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തിന് വേണ്ടി വഴി തുറന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മറ്റെല്ലാ പ്രാർത്ഥന നിയോഗങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവമേ എന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വിശുദ്ധ ബലി തുടരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.